നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കച്ചവടക്കാർ വർഷങ്ങളായി അടച്ച തുക നഷ്ടമായി. വ്യാപാരി ക്ഷേമനിധി ബോർഡിൽ തട്ടിപ്പിന്റെ പൊരിഞ്ഞ കച്ചവടം. ഉദ്യോഗസ്ഥൻ അടിച്ചു മാറ്റിയത് 1/2 കോടിയിലധികം രൂപ. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ ക്ഷേമത്തിനായി പല വിഭാഗങ്ങളിലും ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് വേണ്ടി ഏതാണ്ട് 23-ലധികം ക്ഷേമനിധി ബോർഡുകളാണ് കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകളിൽ ചുരുക്കം ചില ബോർഡുകളാണ് സാമ്പത്തികമായി നല്ല വളർച്ച നേടിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ബോർഡാണ് വ്യാപാരി വ്യവസായി ക്ഷേമനിധി ബോർഡ്. ഈ ബോർഡിലെ ഒരു ജീവനക്കാരനാണ് വളരെ വിദഗ്ധമായി ആരും അറിയാതെ 1/2 കോടിയോളം രൂപ അടിച്ചു മാറ്റിയത്. 6 വർഷമായി ഈ ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ക്ഷേമനിധി ബോർഡ് അംഗങ്ങളാകുന്ന വ്യാപാരികളും വ്യവസായികളും ബോർഡിലേക്ക് മാസം തോറും ഒരു നിശ്ചിത തുക അംശാദായമായി അടയ്ക്കുന്നുണ്ട്. ഇത് കൂടാതെ അംഗത്വ ഫീസായും ബോർഡ് തുക ശേഖരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബോർഡിന് കീഴിൽ അംഗങ്ങളായി മാറിയ വ്യാപാരികളും വ്യവസായികളും മാസം തോറും അടയ്ക്കുന്ന തുക കണക്കിൽ രേഖപ്പെടുത്താതെ അടിച്ചു മാറ്റിയ സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡിലെ സീനിയർ ക്ലർക്കായ രമേശൻ എന്നയാളാണ് ഈ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. അന്വേഷണത്തിൽ ഇയാളുടെ തട്ടിപ്പുകൾ കണ്ടെത്തിയതോടുകൂടി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ബോർഡിന് കീഴിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ച രമേശൻ പിന്നീട് ഒഴിവുണ്ടായപ്പോൾ സ്ഥിരം ജീവനക്കാരനായി മാറി. രമേശന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടുപിടിച്ചതോടുകൂടി ബോർഡ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തട്ടിപ്പ് നടത്തിയ സംഭവം പുറത്തു വന്നതോടുകൂടി രമേശൻ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ക്ഷേമനിധി ബോർഡിൽ കുറച്ചുകാലം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് സീനിയർ ക്ലർക്കായ രമേശൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കിയത്. ഓഫീസിൽ കൗണ്ടറിൽ അടയ്ക്കുന്ന തുകകൾ ബോർഡിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് അടയ്ക്കാതെ തുക അടിച്ചു മാറ്റുകയാണ് രമേശൻ ചെയ്തിരുന്നത്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഇയാൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കൂടുതൽ വിശദമായ അന്വേഷണത്തിന് വേണ്ടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സർക്കാരിന് കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ വലിയ പ്രബുദ്ധരായ ജനങ്ങളാണ് ഉള്ളത് എന്നൊക്കെ അഭിമാനിക്കുന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക തട്ടിപ്പുകളും അരങ്ങേറുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നത് തിരിച്ചറിയപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്യാപാരി വ്യവസായി ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രമാണെങ്കിലും ഇത്തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലെ പ്രവർത്തിച്ചു വരുന്ന നിരവധി ക്ഷേമനിധി ബോർഡുകളും കോർപ്പറേഷനുകളും നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടങ്ങളിലെല്ലാം പലതരത്തിലുള്ള അഴിമതിയും സാമ്പത്തിക തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. തട്ടിപ്പ് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ വലിയ അന്വേഷണത്തിനുള്ള ഉത്തരവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ അവസാനം എന്നത് പാവപ്പെട്ടവന്റെ നഷ്ടപ്പെട്ട പണം അതേപടി പോകുന്നു എന്നത് മാത്രമാണ്. അന്വേഷണങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ പരമാവധി ശിക്ഷാ നടപടി 6 മാസക്കാലത്തെ സസ്പെൻഷനാണ്. ഈ ഉദ്യോഗസ്ഥൻ പിന്നീട് സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലിലൂടെ ജോലിയിൽ തിരിച്ചു കയറുന്ന അനുഭവമാണ് എല്ലാ കാര്യങ്ങളിലും ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. നന്ദി, നമസ്കാരം.